അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അവനവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് പരിചിത സ്വരം. ഒരു ഭദ്രമായ തൊഴിലെന്ന സ്വപ്നമാണ് ഉണ്ണുണ്ണിച്ചായനെ പ്രവാസമണ്ണിലെത്തിച്ചതെങ്കിലും താൻ അവിടെ നിന്നും ആർജിച്ചത് അമൂല്യമായ ദൈവകൃപയായിരുന്നു. അത് തന്നെ ഒരു തികഞ്ഞ ആത്മീയ മനുഷ്യനാക്കി. 2010 വേദിയിൽ മിന്നിമറഞ്ഞ ഉണ്ണുണ്ണിച്ചായനെ ഹർഷാരവങ്ങളോടെ മാന്യസദസ്സ് ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങും. പ്രാപിച്ച ദൈവീക ദർശനം നെഞ്ചോടടക്കിപ്പിടിച്ച് സ്വദേശത്തേക്ക് പാദമൂന്നിയ ഉണ്ണുണ്ണിച്ചായൻ പ്രലോഭനങ്ങളോട് പടവെട്ടി ഒടുവിൽ ചെറുത്തുനിൽപ്പിൻ്റെ ഊർജം ചോർന്നപ്പോൾ ലോകസ്നേഹത്തിന് വശംവദനായി. തൽഫലമായി നസ്രായനെ ഒരിക്കൽ കൂടി ക്രൂശിച്ച് പിന്മാറ്റത്തിൻ്റെ പടുകുഴിയിൽ പതിച്ചു. കുറച്ച് നേരം കൊണ്ടേ സഹിക്കുവാ ഞാൻ. അങ്ങോട്ട് മാറി അവിടെ, ഇങ്ങോട്ട് മാറി അവിടെ, തിരി കുറച്ച് കൃപ മതി. തൽക്കാലം ഇപ്പം കൃപ വേണ്ട കേട്ടോ. ഞാൻ പാർട്ടിക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് അടുത്ത കൃപ ഒരു കൃപ അവിടെ നിന്നില്ല. ഞാനേ ഇന്ന് പോയിട്ട് ഞാൻ വരുമ്പോ ഇറക്കി വിടാം കേട്ടോ. തൽക്കാലം അവിടെ ദൈവകൃപയിൽ നിന്ന് പിൻവാങ്ങിയ ഉണ്ണുണ്ണിച്ചായൻ ഇന്ന് എവിടെയാണ്? കാലം കാട്ടിയ വികൃതികൾ തന്നെ എവിടെ കൊണ്ടെത്തിച്ചു? ദാ ഉണ്ണുണ്ണിച്ചായൻ പതിച്ച പടുകുഴിയിലേക്ക് ഒരെത്തിനോട്ടം. മോചനം. CM സീനിയേഴ്സ് ഉണ്ണുണ്ണിച്ചായനുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ. അയ്യോ, ഒന്ന് രക്ഷിക്കൂ! അയ്യോ, കാല് താന്നു പോന്നേ. അയ്യോ, ഒരു കയറെങ്കിലും ഇട്ടതായോ. അയ്യോ ദൈവമേ, ആരെങ്കിലും ഒന്ന് പിടിച്ചു കേട്ടോ. അയ്യോ, ഒന്ന് രക്ഷിക്കോ. ആരും ഇല്ലയോ ഈ വിളിയേക്കാൻ? അയ്യോ, നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആത്മീയ ലോകവാർത്തകളുമായി ഞാൻ ബിനോയ് കുഞ്ചരിയ. ഇന്നത്തെ സുപ്രധാന സംഭവങ്ങളിലേക്ക്. ഷാർജ ഷാരോൺ ചർച്ചിൻ്റെ CM സൺഡേ സ്കൂൾ സംയുക്ത വാർഷികത്തിന് വർണ്ണാഭമായ തുടക്കം. ഇതിനു വേദിയായി തീർന്ന IPC വർഷിപ്പ് സെൻറ്റർ മെയിൻ ഹാളിൽ രാത്രി 8:45 CM പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ ജോൺസൺ ബേബി അവർകൾ പ്രസ്തുത സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തത പുലർത്തുന്ന ആകർഷകമായ പരിപാടികൾ വാർഷികാഘോഷങ്ങളുടെ മുഖമുദ്രയാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെടുന്നു. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് ശ്രീ ഉണ്ണുണ്ണിച്ചായനെ പറ്റിയാണ്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനും പരിചിതനുമായ ഉണ്ണുണ്ണി ഇന്നൊരു മഹാസംഭവമായിരിക്കുന്നു. ശ്രീമാൻ ഉണ്ണുണ്ണി എവിടെ എന്ന ചോദ്യത്തിലേക്ക് വെളിച്ചം വീശുമ്പോൾ ഉദ്യോഗജനകമായ നിരവധി സംഭവങ്ങളുടെ ചുരുടുകളാണ് അഴിയുന്നത്. കേരളക്കരയിലെ ക്രിസ്തീയ സമൂഹത്തെ മുഴുവൻ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ശ്രീ ഉണ്ണുണ്ണി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സഭാ നേതാക്കന്മാർ ഒന്നടങ്കം. തൻ്റെ വൻ വീഴ്ചയ്ക്ക് പിന്നിൽ കരുക്കൾ നീക്കിയത് ഏത് ഉന്നതന്മാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ
ഭരണപക്ഷം കാണിക്കുന്ന നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിശദാംശങ്ങളുമായി ജിക്കി പുന്തല നമ്മോടൊപ്പം ചേരുന്നു. ജിക്കി അവിടെ, ഹലോ ജിക്കി, ഹലോ കേൾക്കാമോ? ഹലോ, ജിക്കിയുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഹലോ ഹലോ ജിക്കി, ഇപ്പോൾ എന്താണ് അവിടെ സ്ഥിതി? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ബിനോയ്, ഞങ്ങളിപ്പോൾ സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഏകദേശം 5 അടി വിസ്താരമുള്ള ഒരു വലിയ കുഴിയിലാണ് ശ്രീ ഉണ്ണുണ്ണി ഇവിടെ കിടക്കുന്നത്. ദൃക്സാക്ഷികളായി ആരും തന്നെ ഇല്ല. ഏക ദൃക്സാക്ഷി ശ്രീ ഉണ്ണുണ്ണി മാത്രമാണ് ബിനോയ്. ശരി ജിക്കി, വേറെ ആരെങ്കിലും ഈ കുഴിയിൽ ഇതിനു മുമ്പ് വീണതായിട്ട് വല്ല റിപ്പോർട്ടുകളും ഉണ്ടോ? ബിനോയ്, തീർച്ചയായിട്ടും അനേകം പേരെ വീഴ്ത്തിയ ഒരു കുഴിയാണിത്. അതിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടും അത് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ബിനോയ്. ജിക്കി, ശ്രീ ഉണ്ണുണ്ണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് വിവരിക്കാമോ? ബിനോയ്, ഈ കുഴിയിൽ നിന്നും ചില ദീനരോധനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് കാര്യമായ തകരാറുകൾ സംഭവിച്ചു എന്നാണ് പരിസരവാസികൾ പറയുന്നത് ബിനോയ്. ഹലോ ജിക്കി, ഒന്നുകൂടെ ചോദിച്ചോട്ടെ, എന്താണ് ഈ വീഴ്ചയ്ക്ക് കാരണം? എന്തെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടോ? ആരെങ്കിലും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? ഔദ്യോഗികമായോ അനൗദ്യോഗികമായിട്ടോ എന്തെങ്കിലും സൂചനകൾ ബിനോയ്, ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെയും ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല. ഇതിന്റെ ഏക ഉത്തരവാദി ശ്രീ ഉണ്ണുണ്ണി മാത്രമാണെന്ന് വളരെ അസന്നിഗ്ധമായി തെളിഞ്ഞിരിക്കുകയാണ് ബിനോയ്. ജിക്കി, ഈ വീഴ്ചയിൽ തനിക്ക് പരിക്കുകൾ എന്തെങ്കിലും പറ്റിയതായിട്ട് വല്ല അറിയാമോ? കഴിയുമോ? ബിനോയ്, അത്ര വിശദാംശങ്ങൾ നമുക്ക് നേരിട്ട് ഉണ്ണുണ്ണിയോട് ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. ശ്രീ ഉണ്ണുണ്ണി, താങ്കൾക്ക് കേൾക്കാമോ? ഉണ്ണുണ്ണി, ഹലോ ഉണ്ണുണ്ണി, താങ്കൾ ഇപ്പോൾ എവിടെയാണ്? ഹലോ ഹലോ ഉണ്ണുണ്ണി വേണ്ട വിധം പ്രതികരിക്കുന്നില്ല. വീണ്ടും ഞാൻ ട്രൈ ചെയ്യണം. ഹലോ ഉണ്ണുണ്ണി, നിങ്ങൾ എത്ര അടി താഴ്ചയിലാണ് ഇപ്പോൾ കിടക്കുന്നത്? അയ്യോ, അളക്കാൻ മറന്നു. ഉണ്ണുണ്ണി, നിങ്ങൾ ഏകദേശം ഏത് സമയത്താണ് ഈ കുഴിയിൽ വീണെന്ന് പറയാൻ പറ്റുമോ? അയ്യോ, എന്തോ ചോദ്യം, സമയം കണ്ടാലും കുഴി ചാടുന്ന. അയ്യോ, ശ്രീമാൻ ഉണ്ണുണ്ണി, താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? ഒന്ന് പിടിച്ചേറ്റോ. ബിനോയ്, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പരസ്പരം വിരുദ്ധമായ ചില കാര്യങ്ങളാണ് ശ്രീ ഉണ്ണുണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാനസിക നിലയ്ക്ക് ഈ വീഴ്ചയുടെ ആഘാതം മൂലം കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഈ കുഴിയിൽ നിന്നും എത്രയും വേഗത്തിൽ ശ്രീ ഉണ്ണുണ്ണിക്ക് ഒരു മോചനം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിന്മാറ്റ കുഴിയങ്ങാടിയിൽ നിന്നും ക്യാമറമാൻ സ്റ്റീഫൻ കടമ്പിനാടിനൊപ്പം ജിക്കി പുന്തല. ശാസ്ത്രം അതെന്തു വിശാലമാണ്. ഈ ഭൂലോകത്തെ തിരിക്കുന്നത് തന്നെ ശാസ്ത്രമല്ലേ? ശാസ്ത്രം ഉയരാത്തിടത്ത് മനുഷ്യൻ എന്തു വില? എല്ലാം ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് തോൽവിയില്ല. ഹേ മനുഷ്യ, നീ തോൽക്കുന്നിടത്ത് ശാസ്ത്രം ജയിച്ചിരിക്കുന്നു. ഈ ഭൂപരപ്പും അതിന്റെ ഉപരിതലവും വിട്ട് ശാസ്ത്രം ഇന്ന് ബഹിരാകാശത്ത് നിൽക്കുന്നു. നാളെ ആ തലവും ഭേദിച്ച് ശാസ്ത്രം വിജയക്കുതിപ്പ് നടത്തും. മനുഷ്യ മസ്തിഷ്കത്തിന് അറിയാമോ നീ കിടക്കുന്നതിന് താഴെ ശാസ്ത്ര സത്യങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളത്? അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, എന്നെ ഒന്ന് രക്ഷിക്കോ. അയ്യോ, എല്ലാം ശാസ്ത്രമാണ്. ശാസ്ത്രത്തിന് മുകളിൽ ഒന്നുമില്ല. ശാസ്ത്രമാണെല്ലാം. അതല്ലേ ഗുരുത്വാകർഷണ ശക്തി തെളിയിച്ചത്? എല്ലാത്തിനെയും ശാസ്ത്രം അതിലേക്ക് ആകർഷിക്കുന്നു. എന്ത് താഴേക്ക് പതിച്ചാലും അത് ഗുരുത്വാകർഷണ ശക്തിയാണ്. ഞാൻ താഴോട്ട് പോയപ്പോ അതിനെക്കാട്ടി ശക്തിയായിരുന്നേ. കുഞ്ഞുണ്ണി, നീ ഗുരുത്വാകർഷണ ശക്തി വിധിച്ച് പുറത്തു വരൂ. നിനക്കറിയുമ്പോ ചുറ്റും എന്താണെന്ന്? നിനക്ക് വെച്ചിട്ടുണ്ടോ? എന്നത് രക്ഷിക്കോ. നിനക്ക് ശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ? ഇല്ല, നീ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നില്ല. നീ ഒരു ശാസ്ത്ര സ്നേഹിയല്ല. ശാസ്ത്രം കൈവിട്ട് നിന്നെ ഒന്നിനും രക്ഷിക്കാൻ കഴിയില്ല. ഒന്നിനും. ആരടാ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചേ? എന്താണ് അവിടെ കൂടി നിൽക്കുന്നത്? പോയടാ അവിടുന്ന്. ഇവിടെ എല്ലാവരും കൂടി നിൽക്കുന്നത്. എന്റെ സ്റ്റേഷന്റെ പരിധിക്കുള്ളിൽ ഒരു ക്രമസമാധാനം തകർക്കുവാൻ ഈ മിന്നൽ വർഗീസ് ആരെയും അനുവദിക്കുന്നതല്ല. പിന്നീട് ഒരു ഉണ്ണുണ്ണി ഈ മിന്നൽ വർഗീസിനോട് കളിച്ചിട്ടുള്ള ഒരുത്തനെയും ഈ മിന്നൽ വർഗീസ് വെറുതെ വിട്ടിട്ടില്ല.
അതുകൊണ്ട് ഉണ്ണുണ്ണി, ഞാൻ മര്യാദയ്ക്ക് നിന്നോട് പറയുക, നീ കയറി പുറത്തു വരുന്നതാ നിനക്ക് നല്ലത്. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കാൻ നീ വെറുതെ ശ്രമിക്കരുത്. ഈ മിന്നൽ വർഗീസിനോട് ആവശ്യമില്ലാതെ നീ കളിക്കാതിരിക്കുന്നതാ നിനക്ക് നല്ലത്. ആഹാ, കൊള്ളാമല്ലോ ഉണ്ണുണ്ണി, നീ പഠിച്ച കള്ളം തന്നെയാണല്ലോ. നീ ഇവിടെ കിടന്നങ്ങ് സുഖം പിടിച്ചു പോയല്ലോ. നിന്നെ ഞാൻ വെടിവെച്ച് പുറത്തേക്ക് അടിക്കും. ഞാൻ തോക്കെടുക്കാനും മറന്നുപോയി. ഞാൻ എന്തിനാണ് ഇവിടെ എല്ലാവരും ഇവിടെ കൂടി നിൽക്കുന്നത്? പോയിടാ എല്ലാവരും. ഒരു കൈതായോ, ഒരു കയറെങ്കിലും ഇട്ടതായോ. രക്ഷിക്കോ ദൈവമേ. അയ്യോ, ഈ കുഴി വലിയ കുഴിയാന്ന്. ഒരു കോൾ ഒത്തിട്ടുണ്ട്. അയ്യോ, ഈ കോടതി വരാന്ത് കണ്ടിട്ട് മാസങ്ങളായി. ഈ കൂട്ടിടാൻ തന്നെ ഇപ്പം കൊതി തോന്നുക. ഒരു പെറ്റിക്കേസ് പോലും കിട്ടുന്നില്ലെന്നേ. എൻ്റെ കുട്ടിക്കാലത്ത് കോടതി വരാന്തിലൂടെ പാഞ്ഞടക്കുന്ന വക്കീലന്മാരെ കാണുമ്പോൾ എന്തായിരുന്നു എൻ്റെ സന്തോഷം. ഞാനും ഒരു വക്കീലായപ്പോഴല്ലേ ആ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി വരാന്തിലൂടെ പാഞ്ഞടക്കുന്ന വക്കീലന്മാർ അധികം കേസില്ല വക്കീലന്മാരാണെന്ന്. ഈ പോക്ക് പോയാൽ ശരിയാകത്തില്ല. ഇപ്പൊ തന്നെ ഏതാണ്ട് വീട്ടിൽ നിന്ന് പുറത്തായ ഒരു അവസ്ഥയാണ്. കുടുംബസ്വത്ത് മുഴുവൻ നമ്മൾ അടിച്ചു പൊട്ടിച്ച് തീർക്കുന്ന പിന്നാമ്പുറത്തൊരു സംസാരമുണ്ട്. ഇനി അത് ശരിയാകത്തില്ല. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കരയിൽ കിടക്കുന്ന ഒരു കേസ് വരുന്നില്ല, കുഴി കിടക്കുന്ന ഇവന്റെ കാര്യം നോക്കാം. അയ്യോ രക്ഷിക്കോ. ഉണ്ണൂണിയേ, ഉണ്ണൂണി, ഞാനാ നെൽസൺ വക്കീൽ, നെല്ലിക്കുന്നം നെൽസൺ വക്കീൽ. ഈ കുഴിയിൽ ഇങ്ങനെ കിടന്നാൽ മതിയോ? രക്ഷപ്പെടണ്ടേ? എന്നിട്ടാണ് എനിക്ക് വെറുതെ വധശിക്ഷ കിട്ടാൻ. ഇതാ കുഴപ്പം. കുഴിയിലാ കടപ്പ്. അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. ചുമ്മാ തലവനെ ആരും രക്ഷപ്പെടുത്താത്തത്. പിന്നെ ഉണ്ണൂണിയേ, ഈ കുഴിയിൽ ഇങ്ങനെ കിടന്നാൽ മതിയോ? രക്ഷപ്പെടണ്ടേ? സർക്കാർ നല്ലൊരു തുക നഷ്ടപരിഹാരം മേടിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ, ഫീസിന്റെ 40% എനിക്ക് അഡ്വാൻസ് ആയി കിട്ടണം. എന്താ, സമ്മതമാണോ? ഈ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? ഉരയ്ക്ക് നീ പിടിക്കുമ്പോ തന്നെ വാഴ വിട്ടണോ? അയ്യോ, നിഷേധിയാ, നിഷേധി. അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അയ്യോ, ഇവന്റെ അപ്പനൊരു മാന്യനും നീതിമാനും ആയതുകൊണ്ട് കേസ് ഏറ്റെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇവിടെ കിടന്ന് അഹങ്കരിക്കുക, വീണ്ടും അഹങ്കാരം. നകളിക്കുക, കുഴിയുടെ കിടപ്പെങ്കിലും കുഴി കിടന്നങ്ങ് നകളിക്കുക. ഈ നെൽസൺ മക്കളോട് പറയുന്നത് ഓർത്തോണം. എനിക്ക് വക്കൽ പണി മാത്രമല്ല, അല്പം ഗുണ്ടായുസവും രാഷ്ട്രീയമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നീ നെൽസൺ മക്കളോട് കളിക്കണ്ട. ഞാനിപ്പം പോവുകയാണ്. വേറെ കേസുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, ഒന്ന് കൈതായോ. ആരും ഇല്ല എന്നെ ഒന്ന് പിടിച്ചേറ്റ. വീര വീര നേതാവേ, ധീരതയോടെ നടിച്ചോളൂ. അയ്യോ, ലക്ഷം അയ്യോ, അയ്യോ, എന്റെ ചാത്തുണ്ണിച്ചായോ. അയ്യോ, എന്റെ ചാത്തുണ്ണിച്ചായോ. നേതാവേ, ചാത്തുണ്ണിച്ചാനല്ല, പിന്നെ ഉണ്ണുണ്ണിച്ചാൻ. ഓ, പേരും മറന്നുപോയി. എന്റെ ഉണ്ണുണ്ണിച്ചായോ. അയ്യോ, എന്തൊരു കിടപ്പായത് കുഴിക്കകത്ത്. ഈ ഉണ്ണുണ്ണിച്ചാൻ എന്നെ കുഞ്ഞുനാളിൽ എന്തുമാത്രം എടുത്തോണ്ട് നടന്നേന്നറിയാമോ മോനെ നിനക്ക്? അപ്പൊ നേതാവിന് ഈ ചെറുപ്പത്തിലെ ഇത്രയും തടി ഉണ്ടായിരുന്നു? ഒന്ന് മിണ്ടാതിരിയടാ, ഇപ്പോഴാത്തോടാ ഇങ്ങനൊക്കെ പറയുന്നേ. അയ്യോ, എന്റെ ഈ ചാത്തുണ്ണിച്ചാന്, അയ്യോ പേര് മറന്നു പോവുക. എന്റെ ഈ ഉണ്ണുണ്ണിച്ചാന് എന്നെ എന്തുമാത്രം സഹായിച്ചതാണെന്നറിയാമോ? അയ്യോ, രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി നേതാവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലവരായ നാട്ടുകാരെ, എന്റെ സഹപ്രവർത്തകരെ, രാഷ്ട്രീയ വിശ്വാസികളെ, ഇന്ന് ഇവിടെ കിടക്കുന്ന ഈ ഉണ്ണുണ്ണിച്ചാനെ നിങ്ങൾക്കും കാണാൻ പറ്റുന്നില്ല, എനിക്കും കാണാൻ പറ്റുന്നില്ല. ഈ ഉണ്ണുണ്ണിച്ചാന് പലപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഉണ്ണുണ്ണിച്ചാനാണ്. എങ്ങനെയാണ് ഈ ഉണ്ണുണ്ണിച്ചാൻ ഈ കുഴിയിൽ വീണത്? എങ്ങനെയാണ് ഈ ഉണ്ണുണ്ണിച്ചാന്, എന്തിനാണ് ഈ ഉണ്ണുണ്ണിച്ചാൻ ഈ കുഴിയിൽ വീണത് എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇതിന്റെയൊക്കെ ഉത്തരം കണ്ടേ മതിയാവൂ, അല്ലാതെ നമുക്ക് ഇവിടുന്ന് പോകുവാൻ കഴിയുകയില്ല. ആ ഉത്തരം കണ്ടെത്തുവാൻ ഞങ്ങളും അത് തന്നെയാണ്. ഈ ഉണ്ണുണ്ണിച്ചാന് വേണ്ടി ഈ സർക്കാർ എന്താണ് ചെയ്തത്? ഈ ഉണ്ണുണ്ണിച്ചാന് വേണ്ടി ഞങ്ങൾ പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തലസ്ഥാനത്ത് നിന്ന് ഒരു ദ്രുതകർമ്മ സേനയെ ഇവിടെ അയക്കണമെന്നുള്ള നിരന്തരമായ ഞങ്ങളുടെ ആവശ്യത്തെ
ഈ സർക്കാർ നിരസിച്ച് കളയുകയാണ് ചെയ്തത്. നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മനുഷ്യാവകാശ ലംഘനമാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരുടെയും പല നേതാക്കന്മാരുടെയും പള്ള വീർപ്പിക്കുവാൻ വേണ്ടി അനേക പാക്കേജുകൾ, ദുരിതാശ്വാസ പാക്കേജുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പാപം ഉണ്ണുണ്ണിച്ചാന് എന്ത് പാക്കേജാണ് ഈ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഈ പ്ലക്കാർഡിൽ കാണുന്നത് പോലെ സേവ് ഉണ്ണുണ്ണി, ഉണ്ണുണ്ണിയെ രക്ഷിക്കൂ എന്നുള്ള ഒരു വലിയ ചോദ്യവുമായിട്ട്, ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഉണ്ണുണ്ണിച്ചാരെ ഒന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങൾ പലപ്പോഴായിട്ട് ഈ സർക്കാരിനോട് അല്പം വെളിച്ചം ഈ കുഴിയിലേക്ക് കൊടുക്കുവാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു ലൈറ്റെങ്കിലും വിട്ടുകൊടുക്കാൻ ഇവരാരെ സമ്മതിച്ചില്ല. ഞങ്ങൾ അവിടെ പോയി വൈദ്യുതി ബോർഡിൽ പോയി അന്വേഷിച്ചു, അവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. ഈ സർക്കാർ ഇങ്ങനെ മുൻപോട്ട് പോയാൽ ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ഞങ്ങൾ ഈ സമയത്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഉണ്ണുണ്ണിച്ചാനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിൽ ഈ വരുന്ന ദിവസങ്ങളിൽ നാളെ തന്നെ ഒരു ഹർത്താൽ, 24 മണിക്കൂർ ഹർത്താൽ ആചരിക്കുവാൻ ഞങ്ങളുടെ മേൽഘടകം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഒരു കാരണവശാലും ഈ അച്ചാനെ എഴുന്നേൽപ്പിക്കാതെ ഞങ്ങൾ സമരം നിർത്തുന്ന വിഷയമില്ല. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. നേതാവ് ഞങ്ങളുടെ എല്ലാരും പോയോ? ഒന്ന് രക്ഷിക്കാൻ മാത്രം ആരും ഇല്ലയോ? അയ്യോ, കളഞ്ഞിട്ട് പോവല്ലേ ദൈവമേ, എന്നെ ഒന്ന് കരകയറ്റോ. നിലവിളി കേൾക്കുന്നത്. അയ്യോ കഷ്ടം, എന്തായാലും ഇത് വല്ലാത്തൊരു വീഴ്ചയായി പോയി. സംശയമുണ്ടോ? ദൈവം തമ്പുരാനെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് കാലം നമ്മുടെ കൂടെ ഇറങ്ങി വന്നവരെ ഉണ്ണുണ്ണിയച്ചാനാണോ ഈ കിടക്കുന്ന ഉണ്ണുണ്ണിയച്ചാൻ? എന്റെ സംശയം. ഇങ്ങനെ നമ്മളാണ് ഈ കുഴിയിൽ കൊണ്ട് ചാടിച്ച് പരുവത്തിലാക്കിയത്. സത്യം പറഞ്ഞ വീട്ടുകാർക്ക് പോലും വേണ്ടാതായി ഇപ്പോ. അച്ചായ അങ്ങനെ പറയല്ലേ. ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അപ്പനും ഇദ്ദേഹത്തിന്റെ അപ്പനും പണ്ട് മലബാറിൽ കുടിയേറി പാർത്തവരാണ്. ആ കാലം തൊട്ട് ഞങ്ങൾ തമ്മിൽ വലിയ അയൽക്കാരാണ്. ഈ അച്ചായന് അങ്ങ് കുവൈറ്റിൽ പോയി കുറെ പണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു 3 നില ബിൽഡിംഗ് അങ്ങ് വെച്ച്, അതിനകത്ത് ഒരു ഭാര്യയും 2 പിള്ളേരും, പുറത്ത് 2 പട്ടികൾ കാവലും. ഈ മനുഷ്യൻ ഈ കുഴിയിലും. അവർ എത്ര പ്രാവശ്യം ഈ കുഴി വന്നതെന്ന് വിളിച്ചത് അക്കേറി വാ മനുഷ്യ, അക്കേറി വാ മനുഷ്യന്ന്. ഇങ്ങനെ കയറി വരാൻ മനസ്സ് കാണിക്കണ്ടേ? ഇപ്പോൾ സുഖം പറ്റി ഇവിടെ കിടക്കുവാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏറ്റവും സുഖമായിട്ട് ചാടി നോക്കടാ. എന്തായാലും നമുക്കൊരു കൈ നോക്കാം. അതുമല്ലേ, കരോൾ സർവീസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണുണ്ണിച്ചാൻ അന്നേരമേ പുറത്ത് ചാടും. അയ്യോ അയ്യോ, ഉണ്ണുണ്ണിയച്ചാ, ഉണ്ണുണ്ണിയച്ചാ, രക്ഷിക്കണോ? അയ്യോ അച്ചായ, കരോളിങ് വന്ന് അടുത്തച്ചാ. ഇന്ന് 21 തീയതി നമുക്ക് കരോൾ സർവീസിന് ഇറങ്ങണ്ടേ? കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം. 2 പോത്തിനെ ഞാൻ വാങ്ങിച്ചു നിർത്തിയേക്കുന്നത് വെട്ടാന്. അയ്യോ, ഒന്ന് അടിച്ചു പൊളിക്കാൻ ഇറങ്ങിയതായി പരുവായത്. നമുക്കൊരു കൈ നോക്കാം. തുമ്മിച്ചാ, ഒന്ന് പിടിച്ചു നോക്ക്. മക്കച്ചാ, സൂക്ഷിച്ച് പിടിക്കണേ. ഇങ്ങോട്ട് കയറി വാ മനുഷ്യ, ഇങ്ങോട്ട് വേണോ? ഇങ്ങോട്ട് കയറി വരാം. കാണുന്നില്ല. പിടുത്തം അങ്ങോട്ടാ, വിട്ടോ, ഇല്ലെങ്കിൽ നമ്മളും അങ്ങോട്ട് പോവും. ഇത് ശരിയാകത്തില്ല. വല്ലാത്തൊരു പിടുത്തം കിടക്കും അങ്ങോട്ട്. അയ്യോ മക്കളെ പോവല്ലേടാ, എടാ കുഞ്ഞുങ്ങളെ പോവല്ലേ. ചുമ്മാതല്ല ഒരുത്തിനും മെനക്കെടാത്തത്. എത്ര പേര് വന്നു, സർക്കാർ വന്നു, പ്രതിപക്ഷം വന്നു, മിന്നൽ വർക്കി വന്നു, ഏതെല്ലാം ആൾക്കാർ വന്നു. ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇനി നമ്മളും കൂടി അങ്ങോട്ട് വീണിട്ട് വേണം. ആകെയുള്ള മാനവും പോവും, നാറ്റ കേസുമാവും ഇത്. അല്ലെങ്കിലും ഇതൊരു നാറ്റക്കേസ് തന്നെ. ഒരു ഉപദേശം വരുന്നുണ്ടെന്ന് തോന്നുന്നു, നോക്കിക്കേ. അയ്യോ ഓടിക്കോ, രാജം വർക്കിയാ വരുന്നത്, നമ്മളെ പിടിച്ച് മുക്കുവച്ചായ. മകനെ ഉണ്ണുണി, പ്രാർത്ഥനാ നിരതനായിരുന്ന എന്നെ ദൈവമാണ് ഒരു നിയോഗം നൽകി ഇവിടെ എത്തിച്ചത്. പിന്മാറ്റത്തിന് ഈ പടുഗർത്തത്തിൽ നിന്നും ഒരു യഥാർത്ഥ വിമോചനം നീ ആഗ്രഹിക്കുന്നുണ്ടോ കുഞ്ഞെ? അയ്യോ മാസ്റ്ററെ, എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എന്നെ ഒന്ന് കരകയറ്റു മാസ്റ്ററെ. എങ്കിൽ നീ നിന്റെ തെറ്റുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറക. സർവകൃപാലുവായ ദൈവം നിനക്കത് ക്ഷമിച്ചു തരും. മഹാദയും ദീർഘക്ഷമയും ഉള്ളവനാണ് നമ്മുടെ ദൈവം. എങ്കിലും ഒരിക്കൽ കൂടി നീ ആ പഴയ പാതയെ പിൻപറ്റിയാൽ അവൻ നിന്നെ മറന്നു കളയും. അത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞെ? ഞാനെല്ലാം തിരിച്ചറിയുന്നു, എന്റെ തെറ്റുകളെ ഞാൻ തിരിച്ചറിയുന്നു മാസ്റ്ററെ.
എങ്കിൽ നീ ഒരു ഉടമ്പടി ദൈവവുമായി ഉണ്ടാക്കുക. ഒരു പ്രലോഭനങ്ങളിലും തകർത്ത് കളയാൻ വയ്യാത്ത ഉടമ്പടി. ആ ഉടമ്പടി മേൽ മാത്രമേ ദൈവം ഇനി നിന്നെ ഈ പടുഗർത്തത്തിൽ നിന്നും വീണ്ടെടുക്കുന്നു. ആത്മാവിന്റെ രക്ഷകന് മാത്രമേ നിത്യമായ രക്ഷ നിനക്ക് നൽകാൻ കഴിയൂ കുഞ്ഞെ. പ്രവാസ ജീവിതത്തിലൂടെ നീ ആർജിച്ച ദൈവകൃപ, അത് നീ ഉപേക്ഷിച്ചപ്പോൾ അത് നിന്നെയും കൈവിട്ടു. നിത്യമായ സ്നേഹത്താൽ നിന്നെ സ്നേഹിച്ച നസ്രായനെ നീ ക്രൂശിച്ച് ലോകത്തിന്റെ നശ്വര സ്നേഹത്തെ നീ പിൻഗമിച്ചു. എന്നിട്ടും കരുണാമൂർത്തിയായ ദൈവം പല അവസരങ്ങൾ നിനക്ക് നൽകി. അതെല്ലാം നീ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു. എന്നാലും ഒരിക്കൽ കൂടി നിന്റെ ഈ പശ്ചാത്താപം ആ ദൈവകൃപയിലേക്ക് നിന്നെ അടുപ്പിക്കുന്നു. മടങ്ങി വരുന്നവനെ മറന്നു കളയുന്നവനല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് നീ എന്റെ കരത്തിൽ പിടിച്ചു കയറൂ കുഞ്ഞെ. എന്നിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തിയാൽ ഞാൻ നിന്നെ കരകയറ്റും. പിന്മാറിപ്പോകേണ്ടവനല്ല നീ, ജയിച്ച് മുന്നേറേണ്ടവനാ. ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ ഇനിയും അകപ്പെട്ടു പോകരുത്. രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല. ആരും ആരും അങ്ങനെ വിട്ടിപ്പം പോകല്ല. അല്പസമയം കൂടി എന്നോടൊപ്പം. ലോകത്തിന്റെ പ്രലോഭനം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ സ്ഫോടക വസ്തുവാണ്. അതിലാളിക്കുന്ന ഒരുവനും മനസ്സിലാക്കുന്നില്ല എന്നെങ്കിലും അത് പൊട്ടിത്തെറിക്കുമെന്ന്. എന്നെങ്കിലും അത് പൊട്ടിത്തെറിച്ചാൽ നീ മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ള സകലതും തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് വിശ്വസ്തയോടെ നിൽക്കുക, കൈവിടപ്പെട്ടു പോകരുത്. ഇല്ല, ഇനി എന്റെ ജീവിതത്തിൽ ഒരു പിന്മാറ്റമില്ല. പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ എന്നെ തകർത്ത് കളയുവാൻ നോക്കി. എന്നാൽ ഇന്ന് ഞാൻ ജയിച്ചവനാ. ഒരു പ്രലോഭനത്തിനും എന്നെ ഇനി വീഴ്ത്തിക്കളയുവാനൊക്കത്തില്ല. ഒന്നിനും ഞാൻ കേൾക്കുന്നു അതേ ഒരു സ്വരം. പണ്ട് നാളുകൾക്ക് മുമ്പ് എന്നെ വീഴ്ത്തിയ ആ പ്രലോഭനത്തിന്റെ സ്വരം. ഇല്ല, ഇതിലൊന്നും ഇനി ഞാൻ വീണുപോകയില്ല. വ്യക്തമായി എനിക്കൊരു നിശ്ചയമുണ്ട്, എന്നെ വിടുവിച്ചതെന്റെ ദൈവം മാത്രമാണ്. ഇല്ല, പ്രലോഭനമാ ഇത്. ഈ പ്രലോഭനമാണ്. നീ മനസ്സിലാക്കണം, ഇതൊരു പ്രലോഭനമാണ്. ഈ പ്രലോഭനം തിരിച്ചറിയണം. കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു ദൈവസൂതൻ പിറന്നതിനോർമദിനം. ഉണ്ണുണ്ണിച്ചാ, ക്രിസ്മസ് അല്ലേ വെച്ചാ നമുക്ക് ആഘോഷിക്കണ്ടേ? ആഘോഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നമുക്ക് നസ്രായനെ വിറ്റ് കാശാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അച്ഛാ അങ്ങനെ പറയാതെ അച്ഛാ, വലിയ വലിയ സാധനങ്ങൾ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നേ. അച്ഛാ വാച്ചാ, പാപം അതൊക്കെ വിൽക്കാൻ വേണ്ടി അച്ചാരം കെട്ടി ഇറങ്ങിയിരിക്കുന്നവരാ നിങ്ങള്. ഒരിക്കൽ നിങ്ങളുടെ പ്രലോഭനത്തിൽ ഞാൻ വീണുപോയി. ഇനി അതുണ്ടാകത്തില്ല. ഒന്നും അറിയാൻ വയ്യാത്ത ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പാപത്തിനു വേണ്ടി, പാപത്തിന്റെ ശമ്പളക്കാരാക്കി മാറ്റുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നിന്റെ ഒന്നും തലയിൽ നിന്നും ദൈവീക ന്യായവിധിയുടെ കോപം അത് ഭയങ്കരമായിരിക്കും. അതൊക്കെ നിന്റെ തലമേൽ പതിക്കും. വേണ്ട, ഈ കുഴി തന്നെ കിടക്കുന്നതാണ് ഈ മനുഷ്യന് നല്ലത്. നീ പറയും ഒരിക്കലും ഗതി പിടിക്കാത്ത രീതിയിലാണ് അച്ഛാ ഇതിനകത്തുനിന്ന് കര കയറിയപ്പോൾ അച്ഛാ അകന്ന് നിൽക്കുക. ഇനി വേണ്ടെങ്കിൽ വേണ്ട. അച്ഛാന്റെ രക്ഷപ്പെടണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കൂ. ആ രക്ഷ എനിക്ക് വേണ്ട. നിങ്ങൾക്ക് സ്ഥലം കാലിയാക്കാം. അച്ഛൻ ഒന്നുകൂടെ വിളിക്കുക. വരുന്നോ? സൂചകമായി സന്നാദം സ്വീകരിച്ചു ഞങ്ങൾ ഉണ്ണുണ്ണിച്ചായോ, പ്രൈസ് ലോർഡ്. ഉണ്ണുണ്ണിച്ചായം കുഴിയിലോട്ട് വീണ നിമിഷം മുതൽ ഞങ്ങൾ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. എന്തായാലും കുഴിയിൽ നിന്ന് കരയേറിയല്ലോ. നമുക്ക് അച്ഛാനിനി ഇവിടെ നിന്ന് ശരിയാകത്തില്ല. നമുക്ക് കുമ്പനാട്ടേക്ക് പോകാം. ഏത് കുമ്പനാട്?
അച്ഛാ അവിടെ അച്ഛൻ അവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. കൗൺസിൽ അച്ഛൻ ഒരു സ്ഥിരം സീറ്റ് ഉറപ്പാ. അങ്ങനെ പറയരുത് ഉണ്ണുണ്ണിച്ചായ. പ്ലീസ് കൊള്ള അച്ചായന് വേണ്ടി ഞങ്ങള് പ്രാർത്ഥന മാത്രമല്ല ഉപവാസം യജ്ഞമാണ് നടത്തിയത്. അതുകൊണ്ട് അച്ഛൻ എന്റെ കൂടെ പോരെ, നമുക്ക് മുളക്കുഴയ്ക്ക് പോവാം. ഏത് മുളക്കുഴ? അവിടെ എന്താ സെറ്റപ്പ് എന്തോ എല്ലാം ഞാൻ ശരിയാക്കി തരാം. അച്ഛൻ എന്റെ കൂടെ പോരെ, അച്ഛൻ സമയം കളയണ്ട. അച്ഛന്റെ കാര്യം ഞാൻ നോക്കിയോളാം. പോകല്ലേ അച്ഛാ, ഇതൊന്നും അല്ല ദൈവം പ്രവർത്തിക്കാൻ കാരണം. ഞങ്ങൾ അച്ഛന് വേണ്ടി മുഴിരാത്രി പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ അറിയാമോ, രാത്രിയെ പകലാക്കി ഞങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചേ. അപ്പൊ പിന്നെ പുനലൂരിനെ അച്ഛൻ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റും? നമുക്ക് പുനലൂർ എവിടുന്ന് വന്നു അച്ഛാ? പുനലൂര് പുനലൂര് ഉമ്പനാട് വിട അങ്ങനെ നിൽക്ക. ഹലോ ശ്രീ മുന്നുണ്ണി, ഈ ആകാംക്ഷയ്ക്ക് തിരശ്ശീല വീണ ഈ അസുലഭ സന്ദർഭം ആദ്യമായി ക്യാമറയിൽ പകർത്തിയ ചാനൽ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പറയാനായിട്ടുള്ളത്? നിങ്ങൾ ഏത് സംഘടനയിലാണ് തുടർന്ന് നിങ്ങൾ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നത്? ഞങ്ങളുടെ ചാനലിനോടൊന്ന് വിശദീകരിക്കാമോ? കണ്ടില്ലേ, ഉമ്പനാട്, പുനലൂർ, മുളക്കുഴ, ഒരിക്കൽ എന്നെ വീഴ്ത്തിയ പ്രലോഭനങ്ങൾ വേറൊരു വേഷം ധരിച്ച് ഇപ്പോൾ ഇറങ്ങിയേക്കുക. ഇല്ല, ഇതിനെ തിരിച്ചറിയാൻ ഇപ്പോൾ എന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ഈ പടുകുടിയിൽ കിടന്ന് ഞാൻ നിലവിളിച്ചപ്പോൾ എന്റെ ധീരരോധനം കേട്ടെന്നെ വിടുവിക്കാൻ ഞാൻ ഇവരെ ആരെയും കണ്ടില്ല. നസ്രയൻ കരന്തനെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ പിച്ചി ചീന്താൻ അവകാശികൾ വന്നിരിക്കുന്നു. നാണം കെട്ട അവകാശികൾ. ഇല്ല, ലോകത്തിന്റെ പ്രലോഭനമാണ് യഥാർത്ഥ പ്രതിസന്ധി എന്ന് ഈ വീഴ്ച എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഒരു പ്രലോഭനങ്ങളിലും ഇനി ഞാൻ വീണുപോകുകയില്ല. തീർച്ചയായും ഇനി അങ്ങോട്ടുള്ള എന്റെ വിജയപാതയിൽ ജയത്തോടെ മുന്നേറും. ഇനി എന്റെ ജീവിതത്തിൽ ജയം മാത്രമേ ഉള്ളൂ. മുൻപോട്ടുള്ള എന്റെ വിജയപാതയിൽ ജയവീരനായ ക്രിസ്തു മാത്രം എനിക്ക് കൂട്ട്. ഒരു സംഘടനയും ഒരു മാനുഷിക ബലവും എനിക്ക് വേണ്ട. എനിക്ക് ഇനി അങ്ങോട്ട് എന്റെ യേശു മാത്രം, ആ ക്രൂശ് മാത്രം മതി എനിക്ക്, ആ ദൈവിക സ്നേഹം മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ക്രൂശ് മതി എനിക്ക്. യേശു മതി, ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. പിന്മാറ്റം ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഏതൊരു വലിയ കപ്പലിനെയും മുക്കിക്കളയാൻ ഒരു ചെറിയ സുഷിരം മതി. അതിലൂടെ മണിക്കൂറുകളായി കയറിക്കൊണ്ടിരിക്കുന്ന ആരുമറിയാത്ത ആ വെള്ളം ആ വലിയ ഷിപ്പിനെ മുക്കിക്കളയാൻ ഇടവരും. എത്ര വലിയ ആത്മീയ മുന്നേറ്റത്തിൽ നിന്നാലും നാം അറിയാതെ നമ്മിലേക്ക് വന്നു ചേരുന്ന ചെറിയ ചെറിയ തെറ്റുകളെ അതാത് സമയങ്ങളിൽ കണ്ടുപിടിച്ച് തിരുത്തപ്പെടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു തെറ്റിന് പുറകെ മറ്റൊരു തെറ്റ്, അതിനു പുറകെ മറ്റൊരു തെറ്റ്, തെറ്റുകളുടെ എണ്ണം പെരുകി 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 കൂടി വരുമ്പോൾ ഒരു ദിവസം തകർന്ന് തരിപ്പണമാകും. ഒരു വിശ്വാസിയുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദിവസവും അവൻ്റെ ആത്മാ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. തെറ്റുകൾ സ്വയം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾ തിരുത്തിത്തരുമ്പോൾ അത് തിരുത്താനുള്ള വ്യഗ്രത നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മുടെ ആത്മാഭിമാനം പരമപ്രധാനമായി കാത്തു സൂക്ഷിച്ചാൽ തെറ്റുകളുടെ എണ്ണം പെരുകുകയും അധമ്മ പിന്മാറ്റത്തിൻ്റെ പടുകുഴിയിൽ നാം എത്തിപ്പെടുകയും ചെയ്യും. അത് വരാതെ സൂക്ഷിക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാനിട വരട്ടെ.